അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഇന്റീരിയർ കുറച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കുറച്ച് പേരില്ല, 1-2 പേര് എന്നോട് മെസ്സേജ് അയച്ചും കമന്റ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ഹോം ടൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളിലെ ഫർണിച്ചേഴ്സുകളൊന്നും ഫുള്ളായിട്ടില്ല, വന്നു കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മുടെ ഇന്റീരിയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നതാണല്ലേ. അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഇപ്പൊ കുറച്ച് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് സെറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കണേ. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളതും അതേപോലെ തന്നെ നമുക്കൊരു ചെറിയ റീഡിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഇന്ന് സെറ്റ് ചെയ്യാം, ഒപ്പം നിങ്ങൾക്ക് നമ്മുടെ വീടിന്റെ ഉൾഭാഗം കുറച്ച് കാണിച്ചു തരാം എന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം നിങ്ങൾക്ക് കാണാണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഫുള്ളും എന്റെ ബാക്കിൽ കാണുന്നത് ഫുള്ളും കബോർഡ്സ് ആണ്. എന്റെ മുത്തുണ്ണി കെടുന്നും ഇരുന്നും നടന്നും ഒക്കെ ഭയങ്കരമാർന്ന രീതിയിലുള്ള ആംഗിളിലുള്ള വീഡിയോഗ്രാഫിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ന് എന്താ അതറിയില്ല, ഇപ്പൊ വിന്റർ ആയ കാരണം കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സണ്ണി ഡേ ആയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ അതാണ് ഇത്രയും അയ്യോ എനിക്ക് പറയാൻ കിട്ടത്തില്ലല്ലോ, ഇത്രയും എനർജിയിൽ ഞങ്ങളിത് ചെയ്യുന്നത് കേട്ടോ. മുത്തുണ്ണിയുടെ പല ആംഗിളുകളും നിങ്ങൾക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റും. അപ്പൊ യെസ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ കബോർഡ്സ് വരുന്നത്. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ കളർ എനിക്ക് എന്തായാലും ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കളറാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതുമൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വാൾപേപ്പർ വെച്ച് അത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ തീം ആദ്യം ശരിയാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐക്യയിൽ പോകുന്നുണ്ട്. ഐക്യന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ കട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഈ കട്ടിൽ ഇങ്ങനത്തെ ഫ്രെയിം നമ്മുടെ നാളെ സപ്രമഞ്ചക്കട്ടിലാണ് അങ്ങനെ എന്തോ ഒരു ഇതില് പറയില്ല, അഴകിയരാവുള്ളു എനിക്കറിയില്ല. അതിൽ ഞാൻ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ. അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു സപ്രമഞ്ചൊന്നും ഇല്ലാട്ടത്, വെറും സാധാ ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കട്ടിലാണിത്. അപ്പൊ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കിക്കിടണം. അപ്പൊ അത് ചെയ്യണം. കട്ടിലും സൈഡ് ടേബിളും മാത്രമാണ് ഇപ്പൊ ഈ റൂമിലുള്ളൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. ഈ റൂമിൽ തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല കേട്ടോ, കാരണം ഇതിന്റെ ഉള്ളിൽ ഭാഗം ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. മറ്റേത് ഇതില്ലേ, ഇത് കണ്ടാൽ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അതേപോലെ ഞാൻ കാണിക്കുന്നില്ല ഗൈസ്. ഇതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങൾ ഞങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വേണം അവിടെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള, അല്ലാതെന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫാൻ നമുക്ക് ഇവിടെ ഉണ്ട് ഗൈസ്. ഇത് ഞങ്ങൾ അപ്പാപ്പനെ ഓൾറെഡി ഇവിടെ ഇട്ടിട്ട് പോയതാണ്. അപ്പാപ്പ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് യൂസേജ് ചെയ്തിട്ടില്ല. കാരണം ആളുടെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ആള് നിന്നിട്ടുണ്ടായിരുന്നേ. ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് വെറുതെയാണ്, ആള് ഫുൾ ടൈം ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം നിൽക്കുന്നത്. സോ ആള് വീട് ചേഞ്ച് ചെയ്യായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇത്ര പുതിയ വീട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ ഫാനിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ക്ലോക്ക് വൈസും കറങ്ങും ആന്റി ക്ലോക്ക് വൈസും കറങ്ങും. അതായത് വിന്റർ സമയത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഹീറ്ററിൽ നിന്ന് പോകുന്ന ഹീറ്റ് എപ്പോഴും മുകളിലാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസിൽ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ക്ലോക്ക് വൈസ് ആയിരിക്കും കറങ്ങുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കറങ്ങുമ്പോഴാണ് ഹീറ്റ് താഴത്തേക്ക് വരാലോ. അപ്പൊ അങ്ങനെ ചെയ്യും. ഇനി സമ്മർ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാ കറങ്ങുന്ന പോലെ തന്നെ ക്ലോക്ക് വൈസ് നമ്മുടെ ഫാൻ കറങ്ങും. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ കറങ്ങാനായിട്ടുള്ള ഒരു വലിയ ഫീച്ചറുള്ള ഒരു ഫാനാണ് കേട്ടോ അത്. പിന്നെ അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അപ്പം ഇപ്പൊ വെച്ച് പോയിട്ടുള്ള സ്മാർട്ട് ലൈറ്റ് ആണ്, നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഒരു ഫ്രെയിം വാങ്ങണം. ശരിക്കും അത്രയും കിട്ടുമെന്നുള്ളത് നമുക്ക് ഇത് നോക്കാം. അതിനുശേഷം അയ്യോ നമ്മുടെ റീഡിംഗ് റൂമും കൂടി കാണിക്കാനുണ്ട്. ആ സൈഡും കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് ഐക്യ പോവാം, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. അപ്പൊ നമ്മുടെ റീഡിംഗ് റൂം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. റൂം എന്നൊന്നും പറയാനായിട്ടില്ല, റൂമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു റീഡിംഗ് കോർണർ, കോർണർ തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം അത് കോർണർ അല്ലേ. ഇവിടെ നമ്മുടെ ഒരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടില്ലേ, എന്ത് കോർണർ പോലെ അല്ലേ. ഓക്കെ ശരി, അങ്ങനെ ഒരു കോർണറാണിത്. അപ്പോ
നല്ല വെയിലാണ് തന്നോണ്ടിരിക്കുന്നത്. വിന്ററിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സണ്ണി ഡേ എന്നൊക്കെ കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. എസ്പെഷ്യലി നെതർലാൻഡ്സിൽ നിങ്ങൾക്ക് അറിയാം ഫുൾ ടൈം മഴയായിരിക്കും. അപ്പൊ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. നമുക്ക് വിറ്റാമിൻ ഡിയുടെ കുറവുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ചു നേരം വേണമെങ്കിൽ സൺലൈറ്റിൽ നിൽക്കാം, കിട്ടിക്കോട്ടെ, കുറച്ച് കിട്ടിക്കോട്ടെ. അപ്പോ ഈ ഒരു ചെയർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ നാഷണലി പോയിട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ഇവിടെ ഉണ്ട്. ഇതിന് നമുക്ക് കുറച്ച് ചെടിയും ഇതൊക്കെ വെച്ച് കുറച്ച് അലങ്കോലമാക്കാം. പിന്നെ ഈ ഒരു ഷെൽഫ് നമ്മൾ ഓൾറെഡി നമ്മുടെ അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പാപ്പൻ എന്ന് പറയുമ്പോൾ അപ്പാപ്പന് അത്ര പൈസയൊന്നുമില്ല. അപ്പൊ ഇതില് ഞാൻ കാണിച്ചിട്ട് വരാം. ഇത് നമ്മള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഈ ക്യാമറകളൊക്കെ നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ മിന്നു ചേച്ചിയുടെ ഒപ്പം. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച ക്യാമറകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പണ്ടത്തെ അത് മുത്തുണ്ണിക്ക് കുറച്ച് അതിന്റെ പ്രാന്തുള്ള കാരണം കൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ കാറിന് പ്രൈസുള്ള മുത്തുണ്ണി ഇത് BMW പ്രിവിലേജസ് മാഗസീന്റെ ഫസ്റ്റ് പേജ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ കാറ്, ആ ഒരു വിന്റേജ് അതാണോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ കളറും എന്താ അറിയില്ല. ബുക്ക് നമുക്ക് ഇപ്പൊ ഷോറൂമിൽ നിന്ന് എല്ലാ മാസം ബുക്ക്, എല്ലാ മാസം എനിക്കാണ് 3 മാസം കൂടുമ്പോ ഓക്കെ എന്തോ ഒരു ബുക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് പ്രിവിലേജസ് BMW മോളിൽ എഴുതിയിട്ടുണ്ട് BMW മാഗസീൻ 2024 നമ്മൾ കിട്ടുക. അപ്പൊ അതിന്റെ മാഗസിന്റെ ഫ്രണ്ട് പേജ് ഇഷ്ടപ്പെട്ടിട്ട് അത് കീറിയെടുത്ത് അത് ഫ്രെയിമിലാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ മുത്തുണ്ണിക്ക് റീഡിങ് ഇഷ്ടമായ മുത്തുണ്ണി കണ്ട കഴിഞ്ഞ വട്ടം നാട്ടിൽ പോയിപ്പോ ബഷീറിന്റെ കഥകൾ ഇതിപ്പോ എനിക്ക് ഇടി കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കുറച്ച് എന്തിട്ട് രോഗമാണ് ആ രോഗത്തിന്റെ പേര്? എനിക്ക് ആ രോഗമൊന്നുമില്ല. എനിക്ക് കുറച്ച് വൃത്തിയാക്കണം എന്നുള്ളൂ. എനിക്ക് ഒരു വൃത്തി അത് വെക്കണമെന്നുണ്ട്. അല്ലാണ്ട് എനിക്കതൊരു അസുഖമായിട്ടൊന്നുമില്ല. മാറിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ അവൻ വാങ്ങിച്ച ബഷീറിന്റെ തേന്മാവ്, ബഷീർ MT എന്റെ ഓർമ്മ, ബഷീർ ആനപ്പൂട, ബഷീർ വിഡ്ഢികളുടെ സ്വർഗം. ബഷീറല്ല, ബഷീർ എഴുതിയാളുടെ പേരാ, അതല്ല കൃതിയുടെ പേര് അടിയില്ല. എല്ലാം ബഷീർ. എന്താണ് നീ ഓക്കെ അപ്പൊ അങ്ങനെ കുറച്ച് ബുക്കുകൾ കഴിഞ്ഞ വട്ടം പോയപ്പോ മലയാള ബുക്കുകൾ വായിക്കണം എന്ന് താല്പര്യം തോന്നിയ മുത്തുണ്ണി കുറച്ച് മലയാള ബുക്കുകൾ വായിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പക്ഷെ 1-2 ദിവസം വായിക്കാൻ കണ്ടു. ഇപ്പൊ വായിക്കലുണ്ടാ? ഇല്ല. എങ്ങനെയാ വായിക്ക? എന്റെ പല കൂട്ട് അല്ലേ പറയും. അതെ ഞാനങ്ങനെ വായനശീലമുള്ള ഒരാളല്ല ഞാൻ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഇവിടുത്തെ അമ്മ എവിടെ ഇടിച്ച് അതാ സൈഡിലിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഈ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളു. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മൾക്ക് നേരെ ഐക്യയിലേക്ക് വിട്ടാലോ? നമ്മള് അപ്പോ ഐക്യയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിത് ലോക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കിനി ഐക്യയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നമ്മൾ ആക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആക്ഷനിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഐക്യയിലേക്ക് പോകുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ആക്ഷനിലേക്ക് പോകാനാണ് ഇഷ്ടം. കാരണം കാശ് കുറവ് കൊണ്ടും നല്ല ക്യൂട്ടി സാധനങ്ങളും കിട്ടുന്നത് ആക്ഷനിലാണ്. ബട്ട് എനിവേ നമുക്കിപ്പോൾ ഐക്യ പോവാം. അപ്പോൾ ഞങ്ങൾ ഐക്യയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ മഴയായ കാര്യം കൊണ്ട് ഞങ്ങൾ നേരെ ചാടി ഉള്ളിൽ കയറി. ഇന്ന് ഒട്ടുമില്ലാത്ത പോലെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റൂമിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കിട്ടി. വേറെ ഒന്നല്ല, നമുക്ക് ഈ വൂളൻ്റെ ഒക്കെ ഒരു ഇത് വരില്ലേ, പഞ്ഞി പോലെയൊക്കെ നമ്മുടെ ഡ്രസ്സ് പറ്റി പിടിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് വാങ്ങിച്ച്. പിന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കവറാണ്, സിബ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന പോലത്തെ അങ്ങനത്തെ കിട്ടി. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ആൾക്കാരില്ലാത്ത സമയത്ത് വീഡിയോ എടുക്കാം. നമ്മുടെ സാധനങ്ങൾ എടുത്ത് വെക്കാൻ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കിച്ചണിന്റെ മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് അതിനുള്ള ഹൈറ്റ് ഇല്ല, ഡച്ചുകാരല്ലല്ലോ നമ്മൾ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ നോക്കാമെന്നാണ് നമ്മൾ വിചാരിക്കണേ. അപ്പം ഇങ്ങനത്തെ മോഡലുണ്ട്. എല്ലാം ഇങ്ങനെ തന്നെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. നമ്മുടെ വീട് കുറച്ചും കൂടി കളർ മാച്ച് ചെയ്ത് തോന്നുന്നത് ഇതാ. അപ്പം ഇത് വാങ്ങാനാണ് ഇപ്പോൾ വിചാരിക്കണേ.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കുറച്ച് ചെടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട്, ചെടികൾ മാത്രമായിട്ടുള്ളത്. അവിടെ പോയി നോക്കണം. അതിന് മുമ്പ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മുത്തുണിക്ക് ഒരു സർവിക്കൽ പില്ലോ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരെണ്ണമുണ്ട്, അപ്പോൾ ഞാൻ മുത്തുണിക്ക് ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇതെന്തിനാണെന്നറിയോ? ഇത് നമുക്കിങ്ങനെ ഇറച്ചിങ്ങനെ അടിച്ചടിച്ച് സോഫ്റ്റ് ആക്കാനായിട്ടുള്ള സാധനം. ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെടി വാങ്ങണം ഗൈസ്. ഇത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ നമുക്ക് നമ്മൾ വല്ലാണ്ട് മെയിൻ്റെനൻസ് ചെയ്യൊന്നും വേണ്ട. പക്ഷെ ഭയങ്കര കാശാണ് ഇവിടെ. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരു ഒറിജിനാലിറ്റി തോന്നിക്കും ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങണേ. അപ്പോൾ ഒരെണ്ണം ഇതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ഇതെടുത്തിട്ടുണ്ട്. ഇതിന് അത്രയ്ക്കും കാശില്ല. അത് കാരണം കൊണ്ട് തന്നെ അത്ര ഒരു ഗുമ്മെന്ന് പറയാനില്ല അല്ലേ. പിന്നെ ഇത് രണ്ടെണ്ണമാണ് ഉള്ളത്. നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഞങ്ങളപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാ വേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത് പ്ലാസ്റ്റിക് വാങ്ങാമെന്നാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതന്നെ ചൂസ് ചെയ്യാൻ കാരണം? നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പക്ഷേ ഇതിന് ലോ മെയിൻ്റനൻസ് ആണ്. അതാണ് നമ്മളിത് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം കേട്ടോ. ആൾക്കാരൊക്കെ പിന്നെ കുറവുണ്ട്. നമ്മൾ അവരുടെ പ്രൈവസിയും കൂടി കൺസിഡർ ചെയ്യണല്ലോ. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അവരില്ലാത്ത സമയം നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കാരണം കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാവരുതല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട്. അപ്പം അതും കൂടി ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി നമുക്ക് വാങ്ങണം. മോളിക്കും കൂടി, അതായത് 3rd ഫ്ലോറിക്കും കൂടി ഉള്ളത് ഇപ്പോഴേ വാങ്ങിച്ചു വയ്ക്കാൻ നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമുക്കത് വാങ്ങണം. ഇത് നമ്മുടെ നേരത്തെ കാണിച്ചില്ലേ, സ്റ്റെപ്പ്, ഒരു സ്റ്റെയർ പോലത്തെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആർട്ടിഫിഷ്യലും അല്ലാണ്ട് കുറച്ച് നല്ലതൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോടാ ഇത് ചുരുങ്ങാവുന്നുണ്ട്, നോക്കണം. അപ്പോൾ പിന്നെ 2 ചെടി വാങ്ങിച്ചു. ഒരെണ്ണം മുകളിലേക്കും 3rd ഫ്ലോറിലേക്കും, ഒരെണ്ണം 2nd ഫ്ലോറിലേക്കായിട്ടാണ് വാങ്ങിച്ചിരിക്കണേ. നമ്മൾ റിപ്പീറ്റേഷൻ കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിനും അധികം മെയിൻ്റനൻസ് വേണ്ട എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് പന പോലത്തെ ഒരു ചെടിയാണ്, അപ്പോൾ അതിനധികം മെയിൻ്റനൻസ് വേണ്ട എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത്രയും വാങ്ങിച്ച് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് അതൊക്കെ സെറ്റ് ആക്കണം. ഓരോ സാധനങ്ങളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വിചാരിച്ച ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഫ്രണ്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഇത് എവിടെ വെക്കും എന്നുള്ളത് കണ്ടറിയണം സുഹൃത്തുക്കളെ. മുത്തുണിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ വെക്കാനായിട്ട്? കടാ ഐഡിയ അപ്പയ്ക്കും വന്നിരിക്കുകയാണ്. ഓ നല്ല വെയിലുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മഴയായിട്ടുണ്ടല്ലോ, മൊത്തം മഴയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നോക്ക്, കുറേ മുത്തുണ്ണി കണക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കത്തി മൂർച്ച് വെപ്പിക്കുന്ന സാധനമൊക്കെ വരെ വാങ്ങിച്ചിട്ടുണ്ട് ആച്ചാൻ. പറക്കുന്തളിക പോകണ പോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ആകെ കാടും പടലവും ചെടിയുമായി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇതോട്ട് കൂടി നമ്മൾ എന്തെങ്കിലും ആക്കൂല്ലേ മുത്തുണ്ണി? നമ്മുടെ വീട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു റൂമിലേക്കുള്ളത് ഞങ്ങൾ സെറ്റാക്കിയിട്ടുള്ളൂ. ഇനി വരാൻ കെടുക്കുന്നേ ഉള്ളൂ. നീണ്ട ഒരു 1.5 മണിക്കൂറിന്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം മുത്തുണ്ണി അത് ആ സ്റ്റെപ്പ് ശരിയാക്കിയിരിക്കുകയാണോ ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ആ ശരി, ഇവിടെ വന്നിട്ട് മുത്തുണ്ണി ഇപ്പൊ എന്തൊക്കെ വർക്ക് പഠിച്ചു? ആ ശരിപ്പണി പഠിച്ചു, വയറിങ് പഠിച്ചു, പ്ലംബിങ്, ക്ലീനിങ്, പെയിന്റിങ്, ഗാർഡനിങ്, അങ്ങനെ ഒരുവിധം മൾട്ടി ടാസ്കറായി മാറി. മൾട്ടി ടാസ്കിങ് അല്ലല്ലോ, മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ സമയം പല സംഭവങ്ങൾ ചെയ്യുന്നതിനല്ലേ പറയാം മൾട്ടി ടാസ്കിങ്. സകലകലാ വല്ലഭനായി മാറിയിരിക്കുന്നു അയ്യോ. ഓ എന്തായാലും സംഭവം നിങ്ങക്ക് മനസ്സിലായില്ലോ. ഇനി നമുക്ക് ഫുഡിനുള്ള കാര്യം നോക്കണം. അവിടെ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ അത് ചെയ്യണം. പിന്നെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളിങ്ങനെ ഡംപ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നിട്ട് അതിന് പറയാ പിക്ചറാണ്. അമ്മീ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫ്രെയിം ഞാൻ നമ്മുടെ ആഷ്നിന്ന് വാങ്ങിച്ചതാണ്. ഉള്ളിലെ പിക്ചർ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. എന്നിട്ട് ഞങ്ങൾ സെറ്റ് ആക്കിയതാണ്. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫ്രെയിമൊക്കെ വെച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ സ്ഥാപിക്കാം. ഇത് ഓൾറെഡി ഈ ഒരു ആണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പപ്പന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നമുക്ക് വേറെ ഉറപ്പിക്കേണ്ടൊന്നും വന്നില്ല. ഞങ്ങൾ ചെക്ക് ചെയ്തു ഇതിന്റെ ബലം ഒക്കെ. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് അത് നല്ല സ്ട്രോങ് ആണ് ഇത് വെക്കാനായിട്ട്. അപ്പോ നമുക്ക് വെച്ച് തുടങ്ങിയാലോ? അങ്ങനെ ഞങ്ങൾ അലമ്പാക്കാൻ പോവുകയാണ് ഗൈസ്.
ഇതങ്ങനെ ഒരു 3 ഫ്രെയിം ഉണ്ട്. ഞാൻ വെക്കട്ടെ കേട്ടോ. കട്ടിന്ന് കേടാവും തോന്നുന്നു. ചെക്കാട് വീതിന്ന് കേടാവും. ചെരുവുണ്ട് എവിടെ ചെരുവ്? നിന്റെ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടോ? ലെഫ്റ്റിലോട്ട് കൂടുതൽ ലെഫ്റ്റിലേക്ക് ചെരുവ്. ലെഫ്റ്റിലോട്ട് ചെരുവണി നമ്മൾ ഇങ്ങോട്ട് നോക്കണം. നീ എടുക്ക, ഞാൻ വെക്കാം. ഞാൻ എൻ്റെ വൈറ്റ് പില്ലോസ് ഒക്കെ എടുത്ത് മാറ്റി അതുമൊക്കെ ചെളിയാവും. നീ ഒന്ന് അല്ല ഇങ്ങോട്ട് ചെരുവുണ്ട്, ലെഫ്റ്റിലോട്ട് ചെരുവുണ്ട്. അതെന്താ ഒരു ചെരുവ്? സെറ്റായോ? ഇങ്ങനെയാടാ പോണ ചെരിഞ്ഞിട്ട്. അല്ല അങ്ങനെ തന്നെയാ ചെരുവ്. അപ്പൊ നീ ഇങ്ങോട്ട് നീക്കടാ. എനിക്കറിയാൻ പാടില്ലേ. ഇനി ഞാൻ നമ്മുടെ ഇതില്ലേ എന്നിട്ടാ സപ്രമഞ്ചക്കട്ടിലുണ്ടല്ലോ, അതിനൊന്ന് എന്റെ സപ്രമഞ്ചക്കട്ടിലിട്ടോ സൂര്യ. അപ്പൊ എന്റെ കൺസെപ്റ്റിലുള്ള സപ്രമഞ്ചക്കട്ടിലിനെ ഞാൻ കുറച്ച് അലങ്കോലമാക്കാൻ പോവാണ്. ഞാൻ കുറച്ച് കേട്ടാ ശരിയൊക്കെ വരച്ചത് നമ്മൾ ഇനി ഇവിടെയാണ് തൂക്കിടാനായിട്ട് പോണത് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇടാനുള്ളത് ഞാൻ നോക്കട്ടെ. കാണുന്നുണ്ടോ തന്നെ? ഇതൊക്കെ ഓൺലൈൻ വരുത്തന്മാരാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വെക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ച് കാടും പടലൊക്കെ ആയിട്ട് തോന്നാം. എനിക്കും തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കുള്ളൂ, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ വാങ്ങിച്ചപ്പോ ഞാൻ വിചാരിച്ചത് അത്ര വലിപ്പുണ്ടാവില്ല എന്നാണ്. പക്ഷെ അല്ല, അങ്ങനെ കിടന്നോട്ടെ, ഇപ്പഴത്തേക്ക് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പിൻഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കുറച്ച് കാടുമ്പോഴെല്ലാം കൂടിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും കിടന്നോട്ടെ, ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്? ഇതിന് പിന്നെയും കുറച്ച് അടക്കൊതുക്കുണ്ട് കേട്ടോ. ഇവന് മറ്റോമാരാണ് ഭയങ്കര കാട് പിടിച്ച് നിക്കണം. എന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ക്യാമറമാൻ ഉണ്ടല്ലോ. ആയി ഇതിങ്ങനെ ഇങ്ങനെ കേറണ പോലെ ഉണ്ട്, എല്ലാം ഇങ്ങനെ കേറണ പോലെ. അടുത്തത് കുറച്ച് കൂടുതൽ കാടായി പോലെ ഉണ്ട്. ഞാൻ വെട്ടണമെന്നാണ് ആലോചിക്കണം. അതിന്റെ തുമ്പ് കുറച്ച് വേണ്ടല്ലേ? അതാണ് അതിന്റെ ബൂട്ടി. അന്ന് കുഴപ്പമില്ല. അന്നത് കിടന്നോട്ടെ. കാടും പഴലും പാമ്പ് വരാണ്ടിരുന്നോ? നമ്മുടെ നാട്ടിലങ്ങനെയല്ലേ പറയാ, കാടും പഴലും പാമ്പ് വരാണ്ടിരുന്നാ മതിയായിരുന്നു. ഓക്കെ, ഒരെണ്ണം കൂടി വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയില്ലോ. വേണം ഇല്ലെങ്കിൽ പിൻഭാഗത്തേക്കൊന്നും ഉണ്ടാവും. സെറ്റല്ലേ? തുമ്മല് വരുന്നു. സോറി ഗായ്സ്, സെറ്റായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞതിന് ഭയങ്കര കാടും പാടെല്ലാം ഉണ്ടെന്ന്. ഇത് മാത്രമല്ല കുറച്ച് കാട് കൂടിയ. ഇത് കറക്റ്റാ, ഇതിന്റെ വലിപ്പം കറക്റ്റാ. വേറെ കാര്യം, ഇത് ഈ അറ്റത്തെ താന്നിട്ടിരിക്കണ എങ്ങോട്ട് തന്നു പോയി? മൊത്തത്തിൽ ഇതിന്റെ ഒരു താഴ്മയുണ്ട് അതിന്. കുറച്ച് കൂടെ കയറ്റാൻ ഇപ്പൊ താഴ്മയുണ്ട് അതിന്. അത് കുറച്ച് വിനയം കൂടുതലുണ്ടായിരുന്നു. വെയിറ്റ് കൂടുതലുണ്ട്, വിനയം കൂടുതലില്ല. ചെറുതായിട്ടൊരു താഴ്ചയുണ്ട് ഇതിന്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്തത് ഇത് നമ്മുടെ മിന്നു ചേച്ചി ആൻഡ് സഞ്ജു ചേട്ടൻ നമ്മൾക്ക് വീട് താമസത്തിന് വന്നപ്പോ തന്ന ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ്. ക്യാമറന്റെ പിന്നാലെ വരട്ടെട്ടോ. ഞാൻ ചാടുമ്പോൾ എന്റെ ക്യാമറ ചാടണം. ഓക്കെ,
പ്ലഗ് ഇൻ ചെയ്യൂ. ചെയ്യാൻ പോകണ്ട്. സ്വിച്ച് ഓൺ കർമ്മം എങ്ങനെയാ തിരിച്ചു. കൂടും കുറയും. തിരിച്ചാ കൂടും കൂടും കുറയും. ചേട്ടാ താഴോ. അത് എന്നെ കളിയാക്കണ്ട. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ബാർഗെയിൻ ചെയ്യാൻ പോയിട്ടാ. അതായത് ഇവിടെ എല്ലാം നാട്ടിലായിരുന്നപ്പോ, അതായത് നമ്മുടെ മറ്റേ ഇതിലിങ്ങനെ ചവിട്ടുമ്പോ പോകുന്ന മറ്റേ ഡസ്റ്റ്ബിന്നിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് വെച്ചതാണ്. അന്ന് നാട്ടിലായിരുന്നപ്പോ ഞാൻ ചോദിച്ചേ, ചേട്ടാ ഇത് ഞാൻ ചവിട്ടി അങ്ങനെ താഴെ ഇങ്ങനെ പൊന്തൂലോ. ഞാൻ ചോദിച്ചു, ചേട്ടാ അത് താഴോ കുറച്ച്. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ വേറെ താഴോ എന്നാണ്. ഞാൻ ബാർഗെയിനിന് പോയതാണല്ലോ. അപ്പൊ ആള് പറഞ്ഞു, ആ പിന്നെന്താ മോളെ ചവിട്ടിയാ പൊന്തു. അപ്പൊ ഞാൻ ശരി ബാർഗെയിനിങ് ഏറ്റില്ല, ഒത്തില്ല. അപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ തീം സെറ്റ് ആയി കഴിഞ്ഞപ്പോഴും നമ്മുടെ ഡസ്റ്റ്ബിൻ ഇതിന് യോജിക്കില്ല. സോ ഞാൻ വേറെ ഡസ്റ്റ്ബിൻ ആക്കി വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള ഒരു ഡസ്റ്റ്ബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവനെ എവിടെയെങ്കിലും വേറെ മാറ്റണം. ഇത് നമ്മുടെ മിറർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഐക്കേന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ മുമ്പത്തെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇവന് ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ ഇവനെ അവിടത്തേക്ക് സ്ഥലം മാറ്റാൻ പോവാണ്. ഇവിടെ ആകുമ്പോൾ നമ്മൾക്ക് നല്ല സൺലൈറ്റ് കിട്ടും. സൺലൈറ്റിന്റെ ഒപ്പം നമുക്ക് മേക്കപ്പ് ചെയ്യാൻ. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഗൈസ്. എന്റെ കാരണന്മാരായിട്ട് എനിക്ക് കുറച്ച് എന്നിട്ട് ബ്രൂട്ടീഷൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുള്ളത്. വെറുതെ പറയട്ടെ, ഞാനൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ അടുത്തത് നമുക്ക് നമ്മുടെ ഐക്കേന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ ചെടി ഇവിടെ ഉണ്ട്. ആ ചെടീനെ നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ആക്കണം. അതിനുള്ളൊരു സ്ഥലം ഞാൻ തപ്പുന്നു, കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെടി ഇങ്ങനൊരു ബാസ്ക്കറ്റിലാണ് വെക്കുന്നത്. കാരണം നമ്മുടെ തീം എന്ന് പറയുന്നത് വൈറ്റ് ഓഫ് വാം ആൻഡ് വുഡൻ ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് കണ്ട ഇങ്ങനത്തെ ഒരു കൊട്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൊട്ടയാണ് ഇതിന്റെ ചെടിച്ചട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ആ സൈഡിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ എനിക്കൊരു ചെറിയൊരു എന്റെ കൺസെപ്റ്റില് 2 ചെയേഴ്സ് ആൻഡ് ഒരു ചെറിയൊരു കോഫി ടേബിൾ എനിക്ക് വേണം. പക്ഷെ ഇപ്പൊ നമ്മളത് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇത് എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് എടുത്താലോ. കമോൺ ഗൈസ്. അപ്പൊ എന്താ അത് വെക്കാൻ പോകണതിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടോ. വേറെ ഒന്നല്ല, അതിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ ചട്ടിയിൽ പോവാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ചട്ടി ശരിക്കുള്ള ചട്ടി അല്ലല്ലോ, അതൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിലാണ് നമ്മൾ വെക്കുന്നത്. സോ നമ്മുടെ ചെടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യമായിട്ടുണ്ട്. ഇനിയും ഒരു ടേബിൾ ആൻഡ് ചെയറും കൂടി നമ്മൾക്കൂടെ കൊണ്ടുവന്നിടണം. നിങ്ങൾക്ക് ഈ ടേബിളും ചെയറും ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ ഗാർഡനിലേക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ ഇനി സമ്മർ ആവാണ്ട് നമുക്ക് ഏതായാലും പുറത്തു പോയി ഇരിക്കാനായിട്ട് പറ്റില്ല. സോ കുറച്ച് നാളത്തെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഞാൻ ഈ ഒരു ടേബിളും അതിന്റെ ചെയറും ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. എന്റെ ചെയർ ഇവിടെ ഇട്ടാ. ഇതിന് പക്ഷെ ഒരു ചെറിയ 2 ചെയേഴ്സും ഒരു കോഫി ടേബിളാണ് നമുക്ക് ആവശ്യം. ബിക്കോസ് നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് ഇവിടുന്ന് ചായ കുടിക്കില്ല. പക്ഷെ എന്നാലും ഒരു ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല ജിമ്മിന് പോയിട്ട് കാര്യമൊന്നുമില്ല, നല്ല വെയിറ്റ് ഒന്നും ഇതിന്. സോ വി ക്യാൻ ഡു സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കാട് പിടിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി എന്താ പറയാ ചെടികൾ കൊണ്ടുവരാം. എനിക്ക് പറ്റുന്നില്ല കേസ്, കിട്ടുന്നില്ല. അതെ ഈ പൂവ് എനിക്ക് ഇവിടെ വെക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്റെ കളർ തീമുമായിട്ട് ഇതിന് മാച്ച് ആവുന്നില്ല. ബട്ട് മുത്തുണി പറയുന്നത് ഇത് ഫ്രഷ് പൂവല്ലേ, അപ്പൊ നമുക്ക് വെക്കാന്നാണ്. സോ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ തീമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ സോറി, ക്ഷമിക്കാതെ മുത്തുണിയുടെ ഐഡിയ ആണ് കേട്ടോ. അവന്റെ ഐഡിയ ഞാൻ എടുക്കണല്ലോ. ഓക്കെ, എനിക്ക് കുറച്ച് ഇലകൾ വെക്കാനായിരുന്നു ഇഷ്ടം, പച്ചിലകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിന്റെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിന്റെ ചട്ടി വാങ്ങിച്ചിട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞ് ചട്ടിയിലാണ്ട് വെക്കേണ്ട എന്ന് പറഞ്ഞ കാര്യം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ ഇത്ര മതിരിപ്പാണ് പോലും. എങ്ങനെയുണ്ട് ഗായ്സ് എന്റെ റൂം? എങ്ങനെയുണ്ട് ഇപ്പോ? ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചത് അത്രയും മോശമായിട്ടില്ല. നമുക്ക് ഈ ഒരു സൈഡ് ടേബിളിലേക്കും എന്തെങ്കിലും ചെറിയ കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ വാങ്ങണം.
പക്ഷെ കുറച്ച് കാടും പടലൊക്കെ വന്നു എന്നുണ്ടെങ്കിലും ഭംഗി. അവിടെ ഒരു മെഴുകുതിരി വെക്കാനുണ്ട് റെഡ്. ആ പച്ച കളറുള്ളത് വെക്കാം. പച്ചയാ? ആ പച്ച കളറുള്ളത് അത് കഴിയാറായി. അത് കഴിയാറായി. കഴിയാറായോ? ഓക്കെ, നമുക്ക് വേറെ ഒന്നും വാങ്ങാം. അങ്ങനത്തെ തൽക്കാലം എന്റെ ചോപ്പ് ഉണ്ട്. അവന്റെ കളർ തീമിൽ നിന്ന് ഞാൻ വിട്ടുപോകും. അപ്പൊ ആ പടത്തില് ചോപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ചോപ്പ് തന്നെയാണ് ഗൈസ്. അല്ല ഗൈസ്, ശരി, അവൻ പറഞ്ഞത് ഞാൻ അതും കൂടി വെക്കാം. പക്ഷെ എന്റെ തീമായിട്ട് അത് മാച്ച് ആവില്ല, എന്നാലും ഞാൻ വെക്കാം. എവിടുന്ന് യാത്രക്ക് ഞാൻ ഇത് പറഞ്ഞില്ലേ, ഇത് എവിടുന്ന് യാത്രക്ക് കൊണ്ടുവരണേ? അതൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കണ്ട, ഈ സാധനം മാറ്റി ഇതാക്കണത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കഴിയാറായിട്ടുള്ള കാൻഡിൽസ് ആണ്. കണ്ട, ഈ ചുമപ്പ് കുഴപ്പമില്ല, നമ്മുടെ ഇതിന് മാച്ച് ആവുന്നുണ്ട്. പക്ഷെ മറ്റേ ചുമപ്പ് മാച്ച് ആവില്ല. ഇതൊക്കെ കൂടെ വെക്കട്ടെ കേട്ടോ. വേണ്ട, ഇത് മാച്ച് ആവുന്നില്ല. So we can put this one. Not bad. പക്ഷെ ഒരു വലിയ ഇതും കൂടി വേണം അല്ലേ, വാങ്ങാം. ഫസ്റ്റ് ഇനി നമ്മളടുത്ത് നമ്മുടെ റീഡിങ് റൂം സെറ്റ് ചെയ്യാനാണ് പോണത് കേട്ടോ. ഈ ടേബിൾ ഞാൻ അയക്കുന്നു വാങ്ങിച്ചതാണ്. എനിക്ക് വാങ്ങിച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു കാര്യമാണ് ആഷ്ലിയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. എല്ലാ മാസവും സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വീക്ക് ഞാൻ ആഷ്ലിയിൽ പോകും. അവിടെ കാണുന്ന എല്ലാ കണക്കുന്ന സാധനങ്ങളും ഞാൻ വാങ്ങും. പക്ഷെ ഇത്ര കാശാവുള്ളൂ അവിടുത്തെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. കമ്പാരിറ്റീവ്ലി നെതർലാൻഡ്സിൽ ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ, ക്യൂട്ട് സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ. ഹൈ ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷെ ഇതേപോലത്തെ സംഭവങ്ങൾ നമുക്ക് വലിയ യൂസ് ഒന്നും ഇല്ല, പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത സാധനം കിട്ടാനായിട്ട് നമുക്ക് ആഷൻ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിള് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത സാധനം എടുത്തിട്ട് കേട്ടാ. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മള് ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഫ്ലീ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, നമ്മള് ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫോണാണ്. എനിക്ക് തോന്നുന്നത് 15 യൂറോ തോന്നുന്നുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംഭവത്തിന്റെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കാലാണ് ഞാൻ. അയ്യോ, എങ്ങനെയുള്ളത്? ഹലോ, മാനാർമത്തായി സ്പീക്കിംഗ്. അപ്പതാ ഈ ഒരു ഫോണ് ഒരു ഈ ഗ്ലോബ് ഞാൻ നമ്മുടെ ആഷ്ലിയിൽ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇത് നമ്മുടെ സാധനം തന്നെയാണ്. അപ്പൊ ഞാൻ അതും വെക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനത്തിൽ അയ്യോ ഇത് നമ്മുടെ അശ്വതി ആൻഡ് അതില് വന്നപ്പോ കൊണ്ടുവന്നതാണ്. ഇത് വീട് താമസത്തിനാണോ നിന്റെ പുറത്തേക്കാണോ? വീട് താമസത്തിന്. ഓക്കെ, അപ്പൊ അതിന് വന്നപ്പോ അവര് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതെവിടെ ഇരുന്നോട്ടെ. ഗുഡ്. അപ്പൊ നമുക്കിനി അടുത്ത സാധനം എടുക്കാൻ പോവാം. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളില് വേറെ പിക്ചർ ഇടണം, പക്ഷെ അതിനുള്ള സമയം കിട്ടാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഹലോ വേണ്ട അയക്കാം. ഹലോ. അപ്പൊ ഞങ്ങൾ ഈ ഒരു വാള് വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ജസ്റ്റ് ഹലോ വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കുള്ള ചെടി ചട്ടി എടുക്കണം. അത് മുത്ത് വരണം. Can you help me? Can you help me? Please. ഇവിടെ നമ്മുടെ ചെടി ചട്ടി കൊണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെടി ചട്ടിയുടെ മുകളിൽ നമ്മള് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സെയിം നമ്മള് നമ്മുടെ ബെഡ്റൂമിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്ലാനാണ് നമ്മളിവിടെ വെച്ചത് കേട്ടോ. ഭംഗിയുണ്ട്. ഓഫ്, ഞാൻ ഇത്രമാത്രം ഒരു നല്ലൊരു ഇന്റീരിയർ ഡിസൈനർ ആയിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴാണ് ഗായ്സ് മനസ്സിലാവുന്നത്. അമ്മേ, എന്നാ നീ എടുത്തോ, എന്നാ പിടിച്ചേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഫോൺ കൊടുത്തു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ കാണിച്ചു കൂട്ടുന്ന അഭ്യാസ മുറകൾ എല്ലാം
വെറും ഫേക്കാണ്. അതായത് എനിക്കിങ്ങനെ ഒരു നല്ല വീഡിയോ കിട്ടണമെന്നും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ബുക്കൊന്നും വായിക്കുന്നില്ല, വെറുതെ ഞാൻ അതിനു വേണ്ടി പോസ് ചെയ്യാണ്. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്.